ബാബറി മസ്ജിദ് തകർത്ത അതേ മാസം ബംഗാളിലെ ബാബറി മസ്ജിദിൽ ബാങ്ക് വിളികൾ ഉയർന്നിരിക്കുന്നു. വെള്ളിയാഴ്ച ഉദ്ഘാടന നമസ്കാരം നടന്നിരിക്കുകയാണ് ബംഗാളിലെ ബാബറി മസ്ജിദിൽ. ഏറ്റവും പുതിയ ബ്രേക്കിംഗ് വിവരങ്ങളിലേക്കാണ്. ആയിരക്കണക്കിന് പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ നിർദ്ദിഷ്ട ബാബറി പള്ളിയുടെ സ്ഥലത്ത് ഉദ്ഘാടന വെള്ളിയാഴ്ച പ്രാർത്ഥന ഇന്ന് നടക്കുകയാണ്. അടുത്ത വർഷത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രഭാതമായിട്ടാണ് ഇതിനെ കാണുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പാർട്ടി സസ്പെൻഡ് ചെയ്ത വിമത MLA ഹുമയൂൺ കബീർ കഴിഞ്ഞ ശനിയാഴ്ച പള്ളിക്ക് തറക്കല്ലിട്ടു. ബൽദംഗയിൽ വൻ ഒരുക്കങ്ങൾ നടന്നുവരികയായിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ അഥവാ ജുമുഅ നമസ്കാരം ഇസ്ലാമിൽ നിർണായകമായ ഒരു വസ്തുതയാണ്. പലപ്പോഴും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ഈ ദിവസത്തെ പ്രാർത്ഥനയിലാണ്. നൂറുകണക്കിന് മുസ്ലിം വിശ്വാസികൾ രാവിലെ മുതൽ പള്ളി സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം 1000 പേർക്ക് ഭക്ഷണം നൽകാനുള്ള ക്രമീകരണങ്ങളുമുണ്ട്. സ്ഥലത്ത് ഖിച്ചടി എന്ന വിഭവം തയ്യാറാകുന്നുണ്ട്. ഒരു സംഘം പച്ചക്കറികൾ തൊലികളയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പള്ളിയുടെ നിർമ്മാണത്തിനായി സംഭാവന ചെയ്ത ഇഷ്ടികകളുടെ കൂട്ടങ്ങൾ അവയ്ക്ക് പിന്നിൽ കൂട്ടിവെച്ചിരിക്കുന്നു. 1000 പേർക്ക് ഇവിടെ സൗജന്യമായി ഭക്ഷണം ഒരുക്കുന്നു. 1.5 ക്വിന്റൽ അരിയും മറ്റു സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പാചക സംഘത്തിലെ ഒരാൾ പറയുന്നത്. അവർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നമുക്ക് പുണ്യം ലഭിക്കുമെന്ന് മറ്റൊരാളും കൂട്ടിച്ചേർക്കുന്നു. എല്ലാവരും വളരെയധികം ഉത്സാഹത്തിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ.